അന്നേരമാശു പറഞ്ഞു ദശാസ്യനുമൊന്നുകിലെന്നോടു യുദ്ധം തുടങ്ങുക, നന്നായി വണങ്ങുക, പോർക്കരുതെങ്കിലോ എന്നു ദശാസ്യൻ പറഞ്ഞതു കേട്ടത മന്നവനായ മരുത്തനും ചൊല്ലിനാൻ, എന്തു പറഞ്ഞിതു ചാപല്യവാക്കുകളന്തകൻ വീട്ടീന്നു പോകണമെന്നതോ ചൊല്ലു നീയാരെന്നുമെന്നോടു വൈകാതെ ചൊല്ലിനാനുത്തരമപ്പോൾ ദശാസ്യനും, എന്നോടു പേടികൂടാതെയൊരുത്തനും മന്നവരാരുമേ ചൊന്നവരില്ല കേൾ. രാക്ഷസരാജാവു വൈശ്രവണാനുജൻ കേൾക്ക, പൗലസ്ത്യതനയൻ ദശാനനൻ വിഗ്രഹമെത്രയും ഘോരമായി ചെയ്തളവഗ്രജൻ തന്നെ ജയിച്ചേനറിക നീ. പുഷ്പകമായ വിമാനമവനോടു കെൽപ്പോടു യുദ്ധേ പറിച്ചു കൊണ്ടേനഹം. ഇത്തമാകർണ്യ ചിരിച്ചു മരുത്തനുമെത്രയും നല്ല ധർമ്മിഷ്ഠനല്ലോ ഭവാൻ. താതനു തന്നെ സമാനനാകും ജ്യേഷ്ഠഭ്രാതാവിനെ ജയിച്ചോരു നീ നിർമ്മലൻ. ദുഷ്ടനാം നിന്നെ വധിച്ചു രക്ഷിക്കണമിഷ്ടജനങ്ങളെയില്ല കില്ലേതുമേ. ഇത്തം പറഞ്ഞു നടന്ന നരേന്ദ്രനോടുത്തമനായ സംവർത്തനും ചൊല്ലിനാൻ, യാഗമൻ പോടു ദീക്ഷിച്ചാലതിന്നിയൊരാകാംക്ഷ മറ്റൊന്നിലുണ്ടാകരുതല്ലോ. പിന്നെ മഹേശ്വര സത്രവിച്ഛേദവും വന്നിടരുതതുമോർത്തുകൊള്ളേണമേ. യുദ്ധേ ജയാജയവുമറിവാൻ പണി സത്രം കഴിഞ്ഞൊഴിഞ്ഞൊന്നുമരുതല്ലോ. ഇത്തം ബൃഹസ്പതി സോദരനാം മുനി സത്തമനായ സംവർത്തൻ പറഞ്ഞപ്പോൾ, ആചാര്യശാസനം കേട്ട മരുത്തനുമാചരിച്ചാനതു കണ്ടു ദശാനനൻ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി.